നാം അവനോടുകൂടെ വാഴേണ്ടതിന് അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു. ഉണർവിലും ഉറക്കത്തിലും നാം അവനോടുകൂടെ വാഴേണ്ടതിന് അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു. 1 തെസ്സലോനി 5:10. ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നാം യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ നാം മറ്റെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണ്. ഈ ജഡത്തിന് വേണ്ടി മാത്രമല്ല യേശുക്രിസ്തു കുരിശിൽ മരിച്ചത്. നമുക്കായി ഒരു ഉന്നത ജീവിതമുണ്ട്, നമുക്കായി ഉയരങ്ങളിൽ ഒരു ജീവിതമുണ്ട്, നമുക്കായി ഒരു സ്വർഗീയ ജീവിതമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെയുള്ള ജീവിതമാണ്. അപ്പസ്തോല പ്രവർത്തനം 14:22. അപ്പസ്തോലനായ പൗലോസ് വിശ്വാസികളുടെ സമൂഹത്തിൽ വെളിപ്പെടുത്തുന്ന വലിയൊരു ആത്മീയ രഹസ്യമുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 14:22. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് കഷ്ടതയിലും ക്ലേശത്തിലൂടെ യാത്ര ചെയ്ത് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉത്ബോധിപ്പിക്കുന്ന അപ്പസ്തോലൻ ദൈവമക്കൾക്ക് നൽകുന്ന വളരെ വ്യക്തമായ ബോധ്യമാണ്: വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഓരോരുത്തരും പീഡിപ്പിക്കപ്പെടും, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഓരോരുത്തരും ഞെരുക്കപ്പെടും. ഇത് ഈശോ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. യോഹന്നാൻ 16:33 വചനം പഠിപ്പിക്കുന്നു: ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15:19 വചനം പഠിപ്പിക്കുന്നു: നിങ്ങൾ ഈ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ ഈ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതുകൊണ്ട്, നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തി കർത്താവായി യേശുക്രിസ്തുവിനോടുകൂടെ നടക്കുമ്പോൾ, ഒരു വ്യക്തി പിതാവിന്റെ മാർഗത്തിൽ നടക്കുമ്പോൾ, ഒരു വ്യക്തി ദൈവത്തോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുമ്പോൾ, ഒരുപക്ഷെ ലോകം നൽകിയ താങ്ങുകൾ ലോകം പിൻവലിച്ചേക്കാം. രാജാക്കളും നേതാക്കളും ഒരുപക്ഷെ പ്രതികൂലമായി നിന്നേക്കാം. ഈ ജഡം തന്നെ ഒരുപക്ഷെ ഭാരപ്പെട്ടേക്കാം. എങ്കിലും പ്രിയരെ, കർത്താവിനോട് ചേർന്ന് നടക്കുന്നതിൽ സന്തോഷിക്കുവിൻ, കർത്താവിനോട് ഐക്യത്തിലിരിക്കുന്നതിൽ ആനന്ദിക്കുവിൻ. ഒരു ദൈവ പൈതലായി ഞാനും നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ ദാഹം ദൈവത്തോട് ചേർന്ന് നടക്കുക എന്നുള്ളത്. ദ ബെസ്റ്റ് ഓഫ് ഓൾ ഈസ് ഗോഡ് ഈസ് വിത്ത് അസ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെയുള്ള ഒരു ജീവിതമാണ്. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ വലിയ ആഗ്രഹം ഉണ്ടാകട്ടെ, അതിനുവേണ്ടി വലിയ ജ്വലനം ഉണ്ടാകട്ടെ. ഈ നിമിഷങ്ങളിൽ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം സ്വർഗം തുറന്ന് ഈ വലിയ കൃപ ഈ സമൂഹത്തിന്റെ മേൽ, എന്റെയും നിങ്ങളുടെ മേൽ ഈ നിമിഷങ്ങളിൽ ഒഴുക്കട്ടെ. യേശുവേ, ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കരുണയോടെ സ്വർഗം തുറന്ന് ദൈവ ഐക്യത്തിലൊരു ജീവിതത്തിന് വേണ്ടി അഭിഷേകം തരണമേ. യഥാർത്ഥ അനുഗ്രഹത്തെ കുറിച്ച് കണ്ണു തുറന്ന് കാണാൻ തക്കവിധം ഞങ്ങളുടെ അന്തരംഗങ്ങളിൽ കൃപ ചൊരിയണമേ. ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആന്തരികമായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആന്തരികമായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. നിരവധി പീഡനങ്ങളിലൂടെ, നിരവധി വേദനകളിലൂടെ, നിരവധി കഷ്ടങ്ങളിലൂടെ നടക്കേണ്ടി വന്നാലും എന്റെ ദൈവത്തോട് കൂടെയുള്ള ജീവിതമാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന ബോധ്യത്തോടെ അടിയുറച്ചു നിൽക്കാൻ അനുഗ്രഹിക്കണമേ. ഹെബ്രായ ലേഖനം 10:38-39 പഠിപ്പിക്കുന്നത് പോലെ, എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുന്നു, അവൻ പിന്മാറുന്നെങ്കിൽ എന്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. എല്ലാ മാസത്തിന്റെയും ഞങ്ങളുടെ അഡ്രസ്: ഡയറക്ടർ, സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678589. ഫോൺ 04924253333 ആൻഡ് 253647. ഞങ്ങളുടെ ഇമെയിൽ ID sehion@gmail.com. വെബ്സൈറ്റ് www.sehion.org.
ആരാധ്യനാം യേശുവേ, വാഴ്ത്തുന്നു വാഴ്ത്തുന്നു ഞാൻ. ആരാധനയ്ക്കു യോഗ്യനേ, പുകഴ്ത്തുന്നു പുകഴ്ത്തുന്നു ഞാൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ, ഹോസന്ന ഹോസന്ന ഹോസന്ന. ഹല്ലേലൂയാ ഹല്ലേലൂയാ, ഹോസന്ന ഹോസന്ന ഹോസന്ന. ലോകരാജാവായ സകലത്തിന്റെയും സൃഷ്ടാവും സകലത്തിന്റെയും അധിപതിയും സർവജ്ഞാനിയുമായ ദൈവം ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷങ്ങളിൽ കടന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ജീവിക്കുന്നവനായ കർത്താവ് ഇതാ നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ എന്റെ കൂടാരം സ്ഥാപിക്കും, ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കും, യുഗാന്ത്യത്തോളം എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതാ ജീവിക്കുന്നവനാ ദൈവം നമ്മുടെ കൂടെ. ഈ നിമിഷങ്ങളിൽ അവിടുത്തെ നമുക്ക് ഹൃദയപൂർവ്വം ആരാധിക്കാം, അവിടുത്തെ നമുക്ക് ഹൃദയത്തിൽ സ്നേഹിച്ച് മഹത്വപ്പെടുത്താം. ഇപ്പോൾ മനസ്സ് തുറന്ന് യേശുവിനെ വിളിക്കുന്നവർ, ഇപ്പോൾ ഹൃദയം തുറന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കും. കർത്താവായ ദൈവം നമുക്ക് നൽകുന്ന ബോധ്യമുണ്ട്. ജീവിതത്തിൽ ഞാൻ കഷ്ടതയിലൂടെ നടക്കുന്ന നാളുകളാണെങ്കിലും ദൈവം എന്റെ കൂടെയുണ്ട്. ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ പ്രതികൂലങ്ങൾ നേരിടുന്ന അവസ്ഥയിലാണെങ്കിലും ദൈവം എന്റെ കൂടെയുണ്ട്. ദൈവം എന്നെ കൈവിട്ടിട്ടില്ല, ദൈവം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. കഷ്ടതയും ഞെരുക്കവും പ്രയാസങ്ങളും ദൈവത്തോട് കൂടെ യാത്ര ചെയ്യുമ്പോഴും ദൈവം ഒരുപക്ഷെ അനുവദിച്ചു എന്ന് വരാം. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, തളർന്ന മനസ്സുകളെ ഇപ്പോൾ സ്പർശിക്കണമേ. യേശുവെ, ആത്മീയമായി അപജയത്തിലേക്ക് പോകുന്നവരെ ഇപ്പോൾ തൊടണമേ. കർത്താവെ, പിന്മാറ്റത്തിലേക്ക് പോകുന്നവരെ സ്പർശിക്കണമേ. എന്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചെന്ന് ചിന്തിക്കുന്നവരെ ഇപ്പോൾ അവിടുന്ന് തൊട്ട് ആത്മീയ സൗഖ്യങ്ങൾ നൽകണം പ്രാർത്ഥിക്കുന്നു. മാനസികമായി വ്യഥകളിലിരിക്കുന്നവരെ അവിടെ തൊടണമേ. കർത്താവെ, ആത്മീയമായ ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടവരെ അവിടുന്ന് സ്പർശിക്കണമേ. എന്റെ ദൈവം എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, എന്റെ ദൈവം എന്നെ തള്ളിക്കളയുകയില്ല. കർത്താവെ, അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കാതെ കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനാണ് എന്ന ബോധ്യത്താൽ പ്രിയജനത്തെ അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ, ഈ നിമിഷങ്ങളിൽ ദൈവകൃപ പ്രാപിക്കട്ടെ, നഷ്ടപ്പെട്ട ആത്മീയാഭിഷേകങ്ങളെല്ലാം മക്കൾക്ക് തിരികെ ലഭിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ ഓരോ മകനും മകൾക്കും നഷ്ടപ്പെട്ട ഓരോന്ന് യഥാകാലം നൽകുന്ന അങ്ങയുടെ കാരുണ്യം അനുഭവപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരോഗ്യം നഷ്ടപ്പെട്ടവർക്ക് ആരോഗ്യം ലഭിക്കട്ടെ, തീഷ്ണത നഷ്ടപ്പെട്ടവർക്ക് തീഷ്ണത ലഭിക്കട്ടെ, വിശ്വാസ ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് വിശ്വാസ ബോധ്യങ്ങൾ ലഭിക്കട്ടെ, ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ടവർക്ക് ആത്മീയ ഉണർവ് ലഭിക്കട്ടെ, പ്രാർത്ഥനാ വരങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് പ്രാർത്ഥനാ വരങ്ങൾ ലഭിക്കട്ടെ, ദൈവത്തോടുള്ള സ്നേഹം മങ്ങിപ്പോയവർക്ക് വീണ്ടും ദൈവസ്നേഹത്തിന്റെ ജ്വലനം ഉണ്ടാകട്ടെ, ദൈവിക ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും ദൈവിക ബോധ്യങ്ങൾ നിറയട്ടെ, സ്വർഗം ദൈവമക്കളെ കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന നിമിഷമായി മാറട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന. എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നു. എൻ്റെ പേര് കുട്ടിമ്മ, തിരുവമ്പാടി ഇടവക. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. അവര് രണ്ടുപേരും ലണ്ടനിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ട് ഒരു കുഞ്ഞുണ്ടായിട്ടില്ലായിരുന്നു. ഇന്നലെ ഇവിടെ അസാധ്യമായത് സാധ്യമാകും എന്ന് അച്ഛൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ, എനിക്ക് ഈ കാര്യം എനിക്ക് തരണമേ എൻ്റെ ഈശോയെ. ഇന്ന് തന്നെ അച്ഛൻ പറഞ്ഞു, ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ അത്ഭുതം നടക്കുമെന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ അപ്രകാരം പ്രാർത്ഥിച്ചു. ഇന്ന് തന്നെ എനിക്ക് ഈ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഈശോയെ, ഈ മാസമെങ്കിലും എനിക്ക് നല്ല
പിന്നെ വിശേഷം കേൾക്കാനിടയാണ് എന്ന് പ്രാർത്ഥിച്ചു. രാത്രി ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങി. ഒരു 11 മണിയായപ്പോൾ ഒരു ഫോൺ വന്നു ലണ്ടനിൽ നിന്ന്. എന്നെ എഴുന്നേൽപ്പിച്ച മോൾ എന്നോട് പറഞ്ഞു, മമ്മി എനിക്ക് വിശേഷമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തുതി. സഹിയോൻ ധ്യാന കേന്ദ്രത്തിലേക്കുള്ള വഴി പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ആനകട്ടി ബസ്സിൽ കയറി 1 മണിക്കൂർ ദൂരം സൈലന്റ് വാലി ചുരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ താവളം സഹിയോൻ ധ്യാനകേന്ദ്ര സ്റ്റോപ്പിൽ നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. എന്റെ പേര് ഷൈന, പുന്നിക്കൽ എന്ന് വരുന്നു. ഇന്നലെ ഞാൻ വളരെയധികം സങ്കടത്തോടുകൂടിയാണ് ഇവിടെ വന്നത്. കുഞ്ഞേട്ടനെ ഗൾഫിലൊരു ജോലിയില്ലാതെ വിഷമിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഞാൻ ഇവിടെ ഒന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചപ്പോ രാത്രി തന്നെ കുഞ്ഞേട്ടൻ വിളിച്ചു പറഞ്ഞു, ഒരു ജോലി എനിക്ക് ശരിയായിട്ടുണ്ട്. ഭർത്താവിന് ജോലിയില്ലാതെ ഒത്തിരി കരഞ്ഞ് കർത്താവിന്റെ പരിധിയിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. ഇന്നലെ അപ്പോഴേക്കപ്പം തന്നെ കർത്താവ് വിദേശത്ത് ഇടപെട്ട് മകളുടെ ഭർത്താവിന് ജോലി